ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനസയുടെയും കൃഷിൻ്റെയും കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 28-നാണ് അവരുടെ കല്യാണം. മാനസ കൺമണിയോട് പറയുന്നുണ്ട്, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കൺമണിയുടെ ഏട്ടത്തി പറഞ്ഞു വരുണിൻ്റെയും കൺമണിയുടെയും കല്യാണ തീയതി കുറിച്ചു എന്ന്. എന്തായാലും നമ്മുടെ രണ്ടുപേരുടെയും പൊരുത്തം ഒരുപോലെയാണ് കൺമണി. നമ്മളുടെ എൻഗേജ്മെൻറ്റും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. കൺമണിയുടെയും വരുണിൻ്റെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമല്ലേ എൻ്റെയും കൃഷിൻ്റെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത്. കൺമണിയുടെ ഏട്ടത്തി പറഞ്ഞു എന്നോട് കല്യാണത്തിന് ശേഷം കൺമണിയെ വരുണിനെ ജോലിക്ക് അയക്കാൻ താല്പര്യമില്ലെന്ന്. അങ്ങനെ വരുണ് പറയുന്നുണ്ടെങ്കിൽ കൺമണിയെ അത്രത്തോളം അവന് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കി കുട്ടികളെ നോക്കി സന്തോഷത്തോടെ ഇരിക്കണമെന്നായിരിക്കും വരുൺ വിചാരിക്കുന്നത്. കൺമണി അലിഗയിൽ നിന്ന് പോയാലും അവിടെ ഒരു ഗ്യാപ്പ് വരും. അതിലേക്ക് അപ്പോഴേക്കും വേറൊരാളെ എടുക്കണം. കൺമണി, നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് മാനസ കൺമണിയോട് ചോദിക്കുന്നു. അപ്പോൾ കൺമണി പറയണേ, ഇല്ല, എനിക്ക് ആരെയും അങ്ങനെ പരിചയമില്ല എന്ന് പറയുന്നു. മാനസ പറയുകയാണ്, കൺമണി, നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമുക്ക് പരസ്യം കൊടുക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് നീ പറയുമെന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, പരസ്യം കൊടുത്തോളൂ എന്ന്. അപ്പോൾ മാനസ പറയണേ, ശരി, അപ്പോൾ കൺമണിയുടെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് പരസ്യം കൊടുക്കാം. അങ്ങനെ തന്നെ കൺമണി റിസൈൻ ചെയ്യുന്ന കാര്യം അങ്കിളിനോടും കൃഷിനോടും ഞാൻ പറയാം. എന്തായാലും കൺമണി ഓഫീസിലേക്കൊന്ന് വരേണ്ടി വരും, സെറ്റിൽമെൻറ്റ് പേപ്പേഴ്സൊക്കെ ഒന്ന് സൈൻ ചെയ്യേണ്ടി വരും എന്ന് പറയാണ്. അതിനുശേഷം മാനസ് പറയുകയാണ്, കൺമണി, ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞ് നമ്മൾ 2 വീട്ടിലാണെങ്കിലും നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകരാൻ പാടില്ല. തമ്മിലുള്ള ഈ ഒരു സൗഹൃദം എന്നും ഇതുപോലെ നിലനിൽക്കണം. പിന്നെ എൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് കൺമണി ആയിരിക്കണം. ഇനി ഒരു മാറ്റവും വരരുത്. എന്നാൽ ശരി കൺമണി, ഞാൻ ഇറങ്ങട്ടെ. ഡിസൈൻ ചെയ്യുന്ന കാര്യം ഞാൻ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കാം. സെറ്റിൽമെൻറ്റ് പേപ്പേഴ്സൊക്കെ ശരിയാക്കി വെക്കാൻ പറയാം. നമുക്കിനി എന്തായാലും കൺമണിയുടെ കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞിട്ട് മാനസ കൺമണിയെ കെട്ടിപ്പിടിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും കൺമണി പറയണ, മാഡം വേണ്ട, എനിക്ക് പനിയാണെന്ന് പറയുന്നു. അങ്ങനെ മാനസ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ പുറത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ധനലക്ഷ്മി. മാനസ കൺമണിയെ നെയ്സായി അലികയിൽ നിന്നും പുറത്താക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ധനലക്ഷ്മി പറയുകയാണ്, ഇവളാള് കൊള്ളാലോ എന്ന്. മാനസ പോയതിനു ശേഷം കൺമണി ആകെ തകർന്നിരിക്കുകയാണ്. എന്നിട്ട് മാനസ പറഞ്ഞ് ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൺമണി സ്വയം പറയാണ്, കൃഷി സാറിന്റെ വലയിൽ വീണ പെൺകുട്ടികളിൽ പലരിൽ ഒരാളാണോ ഞാനെന്ന് ചിന്തിച്ച് കൺമണി ഇരുന്ന് കരയാണ്. ആ സമയത്താണ് കൺമണിയുടെ ഫോണിലേക്ക് കൃഷി വിളിക്കുന്നത്. കൺമണി ഫോൺ അറ്റൻഡ് ചെയ്തതും കൃഷി, കൺമണി, ഇത് ഞാനാണെന്ന് പറയുന്നു. അപ്പൊ കൺമണി പറയാണ്, മനസ്സിലായി, MD സാർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷി തിരിച്ചു ചോദിക്കുകയാണ്, MD സാറോ എന്നോ? കൃഷി സാർ എന്നാണല്ലോ സാധാരണ വിളിക്കാറ് എന്ന് പറയുമ്പോൾ കൺമണി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, എന്താ വിളിച്ചതെന്ന് ദയവായി പറയൂ സാർ എന്ന് പറയുന്നു. അപ്പോൾ കൃഷി പറയാണ്, കൺമണി സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും സോറി, കൺമണി എന്നെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ തിരിച്ച് കൺമണി പറയാണ്, ഞാൻ സാറിനെ മനസ്സിലാക്കിയിരിക്കുന്നു സാർ, നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്ന കരുതിയത്, എന്നാൽ അത് തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സാർ എന്താ വിളിച്ചതെന്ന് പറയേ. ഇനിയിപ്പോൾ എന്നെ ഏൽപ്പിച്ച എന്തെങ്കിലും ജോലിയെക്കുറിച്ച് അറിയാനാണെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം പുതിയ ഡിസൈനറോട് പറഞ്ഞാൽ മതി എന്ന് കൺമണി പറയുമ്പോൾ കൃഷി ചോദിക്കുകയാണ്, പുതിയ ഡിസൈനറോ? അതെന്താ കൺമണി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, അതെന്താ ഇത്ര അതിശയപ്പെടാനുള്ളത്? നിങ്ങൾ പുതിയ ഡിസൈനറെ വെക്കിയല്ലേ എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുകയാണ്, ആരാ പുതിയ ആളെ വെക്കുന്നത് കൺമണി? കഴിഞ്ഞതിനെല്ലാം സോറി, വരുണിന് ക്യാഷ് കൊടുത്തിട്ട് അവനെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ കൺമണി തിരിച്ചു ചോദിക്കുകയാണ്, എന്നിട്ടോ എന്ന്. അപ്പോൾ കൃഷിന് മറുപടി ഒന്നും ഇല്ലാതെ മിണ്ടാതെ നിൽക്കുന്നു. അപ്പോൾ കൺമണി പറയുകയാണ്, മറുപടി ഇല്ലാലേ, സാറിന് തട്ടിക്കളിക്കാനുള്ള പാവയല്ല ഞാൻ, അന്തസ്സും അഭിമാനം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സാർ എന്താ വിചാരിച്ചത്, ഒരു കമ്പനിയുടെ MD ആണെന്ന് പറഞ്ഞാൽ ഞാൻ കമിഴ്ന്നടിച്ചു വീഴുമെന്നോ? എന്ത് അഭിമാനവും ഞാൻ സഹിച്ചോളുന്നോ? സാർ, ഞാൻ സാറിന് ഒരു നല്ല സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്, നല്ലൊരു മനസ്സിന് ഉടമയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. സാർ അവിടുത്തെ MD ആയിരുന്നാലും അവിടുത്തെ തറ തുടയ്ക്കുന്ന ആളാണെങ്കിലും എനിക്ക് ഒരുപോലെ തന്നെ ആയിരുന്നു. മനസ്സിലാക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ സാറിനെ കണ്ടിരുന്നത്. ഞാൻ സാറിന് കുറ്റം പറയുന്നില്ല, ഞാൻ എന്നെ തന്നെയാണ് കുറ്റം പറയുന്നത്. കറുപ്പും വെളുപ്പും ചെറിയാൻ പറ്റാത്തതിൽ ഞാൻ സ്വയം ലജ്ജിക്കുകയാണ് എന്ന് കൺമണി പറയുന്നു. അപ്പോൾ കൃഷി പറയണ, കൺമണി, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്, പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയുന്നു. കൺമണി പറയാണ്, എൻ്റെ കുറേ സമയം ഞാൻ സാറിന് വേണ്ടി
വേണ്ടി തന്നിരുന്നു. ഇപ്പോൾ ആ സമയമൊക്കെ കളഞ്ഞതിന് കുറ്റബോധമുണ്ട്. ഇനിയും സാറിന് തരാനായിട്ട് എൻ്റെ കയ്യിൽ സമയമൊന്നുമില്ല. ഇനി ഞാനൊരു മണ്ടിയാവാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ കൃഷി പറയാണ്, അപ്പോൾ നീ ആ വരുണിനെ കല്യാണം കഴിച്ച് നീ നിന്റെ ജീവിതം നശിപ്പിക്കാനാണോ കാണിച്ചിരിക്കുന്നത് എന്ന് കൃഷി പറയുമ്പോൾ തിരിച്ച് കൺമണി പറയുന്നു, അത് സാർ അറിയണ്ട, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കൃഷി പറയാണ്, ഇനിയും ഞാൻ താഴ്ന്നു തന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ല, നിനക്ക് വാശിയാണ് എന്ന് പറയണം. അപ്പോൾ കൺമണി പറയാണ്, അതെ എനിക്ക് വാശിയാണെന്ന് പറയുമ്പോൾ ദേഷ്യം വന്നിട്ട് കൃഷി ഫോണ് കട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും അവിടേക്ക് മാനസ് വരികയാണ്. മാനസ് വന്ന് കൃഷിനോട് ചോദിക്കുകയാണ്, എന്താ പ്രശ്നം, എന്താ മുഖമൊക്കെ വല്ലാതെ ഡള്ളായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ്, ഒന്നുമില്ല, നീ ഒന്ന് എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്നു. അപ്പോൾ മനസ്സ് പറയുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കൃഷ്, എന്താ നിൻ്റെ പ്രശ്നം, ഞാൻ ഒരു വിഷമം നിന്നോട് അങ്ങോട്ട് പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ കൃഷി ചോദിക്കുകയാണ്, എന്താ നിൻ്റെ പ്രശ്നമെന്ന്. അപ്പോൾ മനസ്സ് പറയുകയാണ്, ഞാൻ കൺമണിയുടെ വീട്ടിൽ പോയിരുന്നു, എന്താ അവൾക്കൊരു ജാട, വെറുതെ പോയല്ലോ എന്ന് ആയിപ്പോയി എനിക്ക്. ഒന്നില്ലെങ്കിലും കൃഷി ഇവിടുത്തെ MD അല്ലേ, അതിൻ്റെ ബഹുമാനെങ്കിലും അവൾ കാണിക്കണ്ടേ. കൃഷ് നിന്നെ അവൾ വളരെ അവഹേളിച്ചാണ് സംസാരിച്ചത് എന്ന് മനസ്സ് പറയുമ്പോൾ കൃഷ് ചോദിക്കുകയാണ്, ചീഫ് ഡിസൈനർ കൺമണി അല്ലാതെ ഇനി വേറെ ഏതെങ്കിലും കൺമണി ഉണ്ടോ എന്ന്. അപ്പം മനസ്സ് ചോദിക്കുകയാണ്, അതെന്താ കൃഷ് നീ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ കൃഷി പറയുകയാണ്, ഞാൻ അറിയുന്ന കൺമണി ഒരിക്കലും അങ്ങനെയൊന്നും പെരുമാറില്ല, മനസ്സ് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും പറ എന്ന് കൃഷി മനസ്സിനോട് പറയാണ്. അപ്പം മനസ്സ് പറയാണ്, എന്താ കൃഷ്, എന്താ നീ ഇങ്ങനെ എപ്പോഴും, നീ എന്തിനാ എന്നിങ്ങനെ വേദനിപ്പിക്കുന്നത്, പോട്ടെ, ഞാൻ അത് എന്നെ കെട്ടാൻ പോകുന്ന ആളുടെ സ്വാതന്ത്ര്യമാണെന്ന് വിചാരിച്ചോളാം. ശരി, നീ കൃഷി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വേറൊരു കാര്യം പറയാം, കൺമണി ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്യാണ്, അവൾ അത് എന്നോട് പറഞ്ഞു എന്ന് മനസ്സ് പറയാണ്. അപ്പോൾ കൃഷി പറയണ, അത് ഞാൻ വിശ്വസിച്ചു, കാരണം ആത്മാഭിമാനത്തിനാണ് അവൾ ഏറ്റവും വില കൊടുക്കുന്നത്, പണം പദവിയൊക്കെ അവൾക്ക് രണ്ടാമതേ ഉള്ളൂ. എന്തായാലും കൺമണി ഇവിടുന്ന് പോയാൽ വേറൊരാളെ എടുക്കുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല, അതുകൊണ്ട് തന്നെ കൺമണിയെ ഇവിടുന്ന് വിട്ടുകളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് കൃഷി പറയുമ്പോൾ മനസ്സ് പറയണ, കറക്റ്റ്, പക്ഷെ എന്ന് വെച്ച് നമുക്ക് അവളുടെ കാല് പിടിക്കാൻ പറ്റുമോ, ഇനിയിപ്പോൾ എത്ര ഉയർന്ന ആളായാലും നമുക്ക് വലുത് സ്ഥാപനവും പ്രസ്ഥാനവുമാണ്. കൃഷി എന്തായാലും ആ കാര്യം എനിക്ക് വിട്ടേക്ക്, വെറുതെ കൃഷി ആലോചിച്ച് തല പുണ്ണാക്കണ്ട, ഞാൻ നോക്കിക്കോളാം, കൺമണിയെ നിലനിർത്താൻ പറ്റുമോ അതോ പുതിയ ആളെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് മനസ്സ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഗോകുല് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് 3 അമ്മായിമാരും കൂടി അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, എടാ നീ ഞങ്ങളെ പറ്റിച്ചതാണോ അതോ ക്രിസ് സാറ് നിന്നെ പറ്റിച്ചതാണോ. എടാ ക്രിസ് സാറ് എന്നെയും നിന്നെയും കൺമണിയെ എല്ലാവരും പറ്റിച്ചു, അയാൾക്ക് കൺമണിയോടൊന്നും ഇഷ്ടമല്ല. അതും പറഞ്ഞ് അമ്മായിമാര് ഇന്ന് കമ്പനിയിലുണ്ടായ എല്ലാ കാര്യങ്ങളും ഗൂഗിളിനോട് പറയുന്നു. അപ്പോൾ ഗൂഗിള് പറയാണ്, അപ്പോൾ ക്രിസ് സാറ് മാനസ മേഡത്തെ ഒന്നും പറഞ്ഞില്ലേ എന്ന്. ഇല്ല, അയാൾ ഒന്നും പറഞ്ഞില്ല, അയാൾ എല്ലാം കേട്ട് മിണ്ടാതെ നിന്നു, മാനസ മേഡത്തെ സപ്പോർട്ട് ചെയ്തു അയാള്. നീ അപ്പേ ക്രിസ് സാറ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ പോവാതെ പഠിച്ച് നല്ലോണം മാർക്ക് വാങ്ങ്. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾ വരുൺ സാറിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ഇന്ന് വരുൺ സാറും വരുൺ സാറിൻ്റെ വീട്ടുകാരും കൂടിയിട്ട് ഇവിടെ വന്നിരുന്നു, കല്യാണ തീയതിയും കുറിച്ചു. വരുൺ സാറ് കൺമണിയുമായി സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ എന്തായാലും ആ കല്യാണം നടത്താൻ തീരുമാനിച്ചു. പിന്നെ നിന്റെ അപ്പ അതാ അവിടെ വെയ്യാതെ മൂടി പുതച്ചും കൊണ്ട് കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗോകുല് പറയണേ, ഇല്ല, ഞാൻ അതൊന്നും വിശ്വസിക്കില്ല, സാറ് എന്തായാലും അപ്പയെ ചതിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അമ്മായിമാർ പറയണേ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. അതിനുശേഷം ഗോകുല് കൺമണിയോട് വന്ന് സംസാരിക്കുകയാണ്. അപ്പേ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ കൺമണി തിരിച്ചു ചോദിക്കുകയാണ്, എന്ത് കാര്യമെന്ന്. അപ്പോൾ ഗൂഗിള് പറയുന്നുണ്ട്, അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കൊന്നും വേണ്ട, എന്താ ഉണ്ടായത്, ക്രിസ് സാറിന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ കൺമണി ഇന്ന് ഓഫീസിൽ വെച്ചുണ്ടായ കാര്യങ്ങളും മാനസ മേഡം വീട്ടിൽ വന്ന് കൺമണിയോട് സംസാരിച്ചതും എല്ലാം ഗൂഗിളിനോട് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഗൂഗിള് പറയാണ്, അപ്പേ ഈ പറഞ്ഞതൊന്നും സത്യമല്ല, ക്രിസ് സാറ് അപ്പയുടെ കാര്യം വീട്ടിൽ പറയാമെന്ന് തീരുമാനിച്ചു, പക്ഷേ ആ സമയത്ത് അത് പറയാൻ പറ്റിയില്ല. പിന്നെ ഓഫീസിലെ കാര്യം, അത് മാനസ മേഡത്തിന് അപ്പയെ ഒന്ന് തോൽപ്പിക്കണം, അതിനുവേണ്ടിയാണ് അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ് സാറ് അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തത് എന്ന് ഗോകുല് കൺമണിയോട് പറയുകയാണ്. ക്രിസ് സാറ് ഓഫീസിൽ വെച്ചൊരു ബഹളം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് അപ്പോൾ മിണ്ടാതിരുന്നത്. പിന്നീട് വഴിയിൽ വെച്ച് കണ്ടതും അപ്പയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ് സാറ് അപ്പോൾ ചെയ്തതൊന്നും തെറ്റല്ല അപ്പേ എന്ന് ഗോകുല് കൺമണിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഗോകുല് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് കൺമണിക്ക് ക്രിസ് സാറിനോടുള്ള ദേഷ്യം മാറുകയാണ്. സത്യാവസ്ഥ എന്തെന്ന് കൺമണി മനസ്സിലാക്കുന്നു. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.